കരയുന്നേ? നീ കരയാതെ. നിന്റെ കണ്ണീരിന് വില തരാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റൂ? കൊച്ചമ്മേ, കൊച്ചമ്മേ. കൊച്ചമ്മേ, എന്താ? ദാ കഞ്ഞി. കഞ്ഞി കഴിച്ചോണ്ടാട്ടെ. എല്ലാവർക്കും വിളമ്പി കൊടുത്തോടി. പൊന്നമ്മയോ? നേരത്തെ ഉറങ്ങി. തലവേദനയാന്ന് പറഞ്ഞു. ആണ്ടേ, എഴീച്ചു കഞ്ഞി കുടിച്ചാട്ടെ. വേണ്ട, അത് അടച്ചു വെച്ചേരെ. ഇച്ചിരി കഴിഞ്ഞു കഴിച്ചോളാം.
നീ ആ പുസ്തകം കണ്ട് ഉം. കർത്താവേ. ഉം. നീ പൊയ്ക്കോ ആ. എന്റെ കർത്താവേ. ഈശോയേ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇസ്രായേൽ വംശമേ, നിന്റെ പ്രവൃത്തികളെ ഓർത്ത് ലജ്ജിച്ചു തല താഴ്ത്തുക. ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും ഞാനിടയാക്കും. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്ന വിജനപ്രദേശത്ത് ഞാൻ കൃഷി ഇറക്കും. അപ്പോൾ അവർ പറയും, ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെയായിരിക്കുന്നു. ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു, അവിടെ ആളുകൾ വസിക്കുന്നു. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനത അന്നറിയും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞാനത് നടപ്പിലാക്കും. കർത്താവേ. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് എൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്നു നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെയുണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഓടി ഓടി
ഏ? ഉം. ആരാ ഇറങ്ങിപ്പോയേ? ഏ? ആരാ? നമ്മുടെ മുളമൂട്ടിലെ കൊച്ചിടിക്കളെ അച്ഛനാ. ആരാ ഇറങ്ങിപ്പോയേ? ഏ? ആരാ? നമ്മുടെ മുളമൂട്ടിലെ കൊച്ചിടിക്കളെ അച്ഛനാ. കൊച്ചിടിക്കളയോ? അയാൾ എന്തവാ ഈ രാത്രിയില്? അയാളങ്ങ് പോയ എന്താ? പിന്നെ അയാൾക്ക് പോകണ്ടായോ? ഇയാളുടെ കൂട്ട് പിടിങ്ങനെ നിന്നാ മതിയോ? അയാൾ വയ്യാണ്ട് കിടക്കുവല്ലയോ? പണിക്കരപ്പൂത്തിക്കിരിയുടെ മോൻ്റെ ചികിത്സയിലായിരുന്നല്ലോ. വയ്യാതെ കിടക്കുന്ന അയാളെങ്ങനാ രാത്രി ഇറങ്ങി നടക്കുന്നേ? എടമലയാറ്റ് ചന്തയിൽ അയാളില്ലേ ഒരു രസവും ഇല്ലായിരുന്നു. സംസാരിക്കാൻ വലിയ മിടുക്കനല്ലായിരുന്നോ? കന്നിനെ മേടിച്ചും കൊടുത്തും ഒരുപാടുണ്ടാക്കി. ഞൊണ്ടിക്കാളെയാണേലും ഇടിക്കളയച്ചൻ്റെ സംസാരം കേട്ട വണ്ടിക്കാർ പോലും വാങ്ങിപ്പോവും. ചന്തയെ കന്നിനെയും കൊണ്ട് വരുന്നവര് ഇടിക്കളയച്ചനെയാ ആദ്യം തിരക്കുന്നത്. പുലവട്ടം തരാം, ഉരുപ്പടി ചെലവാക്കി തരണം, പറയണ്ട, അതിനു മുമ്പേ അങ്ങ് ഏക്കും. ഒന്ന് മുറുക്കി തുപ്പിയേച്ചും കന്നിന്റെ കയറും പിടിച്ചോണ്ടങ്ങ് ഇറങ്ങും. ഇടിക്കളച്ചനല്ലാതെയും കണ്ട് പിന്നെ ആ തലപ്പള്ളിക്കാരൻ ഒരാളുണ്ടായിരുന്നല്ലോ. എന്തു അയാളുടെ പേര്? ചേടാ, നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ആ, ചെവിയെന്നാണു. ആ, അയാളും മിടുക്കനായിരുന്നു. കന്നിന്റെ പല്ലെണ്ണിയും തൊലി പിടിച്ചു കാണിച്ചും ഒത്തിരി കബളിപ്പിച്ചിട്ടുണ്ട്. ആണു കന്നിന്റെ കയറെ പിടിച്ചാ പിന്നെ കച്ചവടം നടന്നു ചന്തയിലൊരു പറച്ചിലുണ്ടായിരുന്നു. ആ, വാങ്ങിച്ചും കൊടുത്തും കള്ളു കുടിച്ചും ഒക്കെ നാണു മിടുക്കനായിട്ട് നടന്നു. ഒടുക്കം ഉരിയാടാൻ വയ്യാതെ ആ ചത്തേന്ന് പറയുന്നു. കന്നാലികളുടെ ശാപമായിരിക്കും. ചെവിയെന്നാണൂനെ നാക്കെടുത്ത് രണ്ടു വാക്ക് പറയാൻ മേലാത്ത കന്നാലികളാ ശപിച്ചതെങ്കിൽ ഇയാളുടെ പാപത്തിന് ശപിച്ചത് ഉരിയാടുന്ന മനുഷ്യരായിരിക്കും അല്ലയോ? കൈപിടിച്ച് കയറി വന്ന പെമ്പിളേയും കൂടെ ജീവിച്ച പുള്ളേരും. നീ അന്തി കറക്കുമ്പോ എന്നെയും തേടി വരുന്നത് എന്തോയിനാ? ചോദിച്ചതിന് സമാധാനം പറയണം. കുടിച്ച് വെളിവും കേട്ട് കയറി വന്നോളും. നിന്നോട് ചോദിച്ചതിന് സമാധാനം പറയാൻ. അത് ശരി. ഇയാൾക്ക് കൂട്ടിരിക്കാനെ കൊണ്ടുവരുന്നതാ ഇപ്പൊ കുറ്റം? കൂട്ടിരിക്കാനോ? ഇയാൾക്ക് ചാവുകാലത്ത് കൂട്ടിരിക്കാൻ വേറെ ആരാ? ഉള്ളവരെല്ലാം പോയില്ലയോ? ഉള്ളവരെയെല്ലാം ഇയാള് തന്നെ. നീ ഇനി ഇവിടെ വരണ്ട. നിന്റെ മുഞ്ഞി കണ്ട എനിക്കെന്റെ തറുവാങ്കം മറിക്കുക. ഓ, ഒയ്ക്കോ എവിടെയും. എഴീച്ചു നിന്ന് മുണ്ടുകൊടുക്കാൻ മേലാതെ ജീവിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് ആരുടെയും തുണയും കൂട്ടും ഒന്നും വേണ്ട. ചാവാനും കണ്ടേക്കല്ലേ നീ തന്നെ. മൂപ്പിന്ന് എന്താ പറഞ്ഞേ? എന്റെ മുഞ്ഞി കാണണ്ടാന്നു? എന്നാ പിന്നെ ഇയാൾ എന്റെ മുഞ്ഞിക്കൂട്ട് നോക്കണ്ട. ഏടൂ, വള്ളപ്പടിയിരുന്ന് തല കുനിച്ചയും വെച്ച് വെള്ളത്തിലേക്ക് നോക്കുമ്പം കാണുന്ന കൂട്ട് ഇയാൾ ഈ മുഞ്ഞി ഓർത്തുകൊണ്ടിരിക്കും. ചാവാൻ നേരം ഈ മുഞ്ഞിയെ കാണത്തുള്ളൂ ഇയാളുടെ മുന്നി. കണ്ണു മറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്ന കൂട്ട് ശ്വാസം വലിക്കുമ്പോൾ എത്തിപ്പിടിക്കാന് അടെ
ഈ കയ്യേ കാണത്തുള്ളു. നീ എന്നെ തൊട്ടേക്കല്ല് നീ എന്നെ. ഇയാള് വിഷമിക്കണ്ട, ഞാനിപ്പോ പോവുക. ഇയാള് വേണ്ട ഇത് വെച്ചു. ആരും ഇല്ലാതാവുമ്പോൾ ഇത് തലയ്ക്ക് വെച്ച് കിടന്നു. ഇത് അക്കാമ്മയുടെ മാലയെ കുരുത്തിരുന്നതാ. അവള് പോയാറേ ഇത് കിഴക്കേ മുറി പടത്തെ ചാരി വെച്ചിരുന്നു. അവളുടെ മാറിക്കിടക്കുമ്പോ ഇത് കണ്ണീര് വീണായിരിക്കും കറുത്തുപോയത്, അല്ലയോ? അതെ, ഇവിടെ വെച്ചേക്കാം. അല്ലേ ഇടിക്കളയച്ച ഇവിടെ കറങ്ങി നിൽക്കുവാന്നു.